ബംഗ്ലാദേശിലേക്ക് ചരക്കുമായി എത്തിയ 4 കപ്പലുകളാണ് അരക്കൻ ആർമി പിടിച്ചത്. നമ്മൾ നേരത്തെ ചർച്ചയും ചെയ്തു. ഇപ്പോൾ ഈ കപ്പലുകൾ വിട്ടുകൊടുക്കണമെങ്കിൽ അരക്കൻ ആർമി പൈസ ചോദിക്കുന്നത് കേൾക്കുന്നല്ലോ. പൈസ ചോദിക്കുന്നില്ല, പൈസ വാങ്ങിച്ചു. അതായത് ജനുവരി 5-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ജനുവരി 5-ാം തീയതിയാണ് ഈ കപ്പലുകൾ യങ്കൂണിൽ നിന്ന് ഷാപ്പോറിൻ ദ്വീപിലേക്ക് ഷാപ്പോറിൻ ദ്വീപ് പോർട്ട് എന്ന് പറയുന്ന തുറമുഖത്തേക്ക് യാത്ര ആരംഭിച്ചത്. 4 കപ്പലുകളുണ്ടായിരുന്നു. അതിൽ നിറച്ചുണ്ടായിരുന്നത് ഉണക്കമീൻ, കോഫി, കോസ്മെറ്റിക്സ് തുടങ്ങിയുള്ള ആളുകൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ. 50,000 ബാഗ് ഉണക്കമീനുണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങളുമായിട്ട് ബർമ്മയിലെ മ്യാൻമറിലെ യങ്കൂണിൽ നിന്ന് പുറപ്പെട്ട കപ്പലുകൾ 5-ാം തീയതി പുറപ്പെട്ട് 6-ാം തീയതി നാഫ് നദിയിൽ കയറി. നാഫ് നദി നമ്മൾ മുമ്പൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. നാഫ് നദി ബംഗ്ലാദേശിനെയും മ്യാൻമറിനെയും തമ്മിൽ വേർതിരിക്കുന്ന നദിയാണ്. നദി എന്ന് പറഞ്ഞാൽ അത് ചെറിയ നദിയൊന്നുമില്ല, കപ്പലുകൾ പോകുന്ന വലിയ ആഴമുള്ള നദിയാണ്. പിന്നെ ബംഗ്ലാദേശിൻ്റെ ഈ കപ്പലുകൾ എന്ന് പറഞ്ഞാൽ കൂറ്റൻ, നമ്മൾ കാണുന്ന കൂറ്റൻ ചരക്ക് കപ്പൽ പോലത്തെ കപ്പലല്ല, ഇടത്തരം കപ്പലുകളാണ്. ഈ നദിയിലേക്ക് കയറിയപ്പോൾ ഉടൻ തന്നെ എന്ത് ചെയ്തു? അരക്കൻ ആർമി കപ്പലുകൾ വളഞ്ഞു വെള്ളത്തിൽ. കാരണം അവർ കരയിൽ മാത്രമല്ല വെള്ളത്തിലും അവരുടെ സജീവ സാന്നിധ്യമുണ്ട്. കടലിലല്ല, കടലിൽ നിന്ന് കയറി വരുന്നത് നദിയിൽ, നാഫ് നദിയിൽ ഇവരുടെ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പായി ഇവർ 4 കപ്പലുകളും വളഞ്ഞു പിടിച്ചെടുത്ത് അവരുടെ തെക്നാഫിനടുത്തുള്ള അവരുടെ പോർട്ടിൽ കൊണ്ടിട്ടിരിക്കുന്ന ചിത്രങ്ങൾ ലഭ്യമാണ്. ആ ചിത്രങ്ങൾ നമുക്ക് കാണിക്കാം, പ്രേക്ഷകരെ കാണിക്കാം. അപ്പോൾ ഈ കപ്പലുകൾ പിടിച്ചെടുത്തു. ജനുവരി 6-ാം തീയതി മുതൽ കപ്പലുകൾ അരക്കൻ ആർമിയുടെ കയ്യിലാണ്. അപ്പോൾ ശരിക്കും നോക്കൂ, ഇത് ബംഗ്ലാദേശിലേക്ക് വരുന്ന ബംഗ്ലാദേശി കപ്പലുകളാണ്. ബംഗ്ലാദേശിൻ്റെയും മ്യാൻമറിൻ്റെ അതിർത്തിയിലുള്ള നാഫ് നദിയിൽ വെച്ച് അരക്കൻ ആർമി പിടിച്ചെടുക്കുന്നു. അരക്കൻ ആർമി ഒരു ചെറിയ പിള്ളേർ സംഘം എന്നൊക്കെയാണ് നേരത്തെ കരുതും. ബംഗ്ലാദേശ് പറയുന്നു, അരക്കനൊന്നും ഞങ്ങൾക്ക് പ്രതിസന്ധി അല്ല എന്നുണ്ട്. ബംഗ്ലാദേശിൻ്റെ ബോർഡർ ഗാർഡ്സ് ഉണ്ട്, അവർക്ക് പട്രോൾ ബോട്ടുകളുണ്ട് നാഫ് നദിയിൽ. എന്തുകൊണ്ട് ഈ പട്രോൾ ബോട്ടുകൾ ഇറക്കി ബംഗ്ലാദേശ് സൈന്യത്തിന് ചെന്ന് ഈ കപ്പലുകളെ മോചിപ്പിക്കാൻ കഴിയില്ല? അരക്കൻ ആർമി അത്ര സുസജ്ജമാണ്. കാരണം കപ്പലുകൾ വന്നിട്ട് അരക്കൻ ആർമി പിടിച്ചപ്പോൾ തന്നെ ഈ കപ്പലുകളിൽ നിന്ന് തെക്നാഫിലേക്കാണ് ഇത് വന്നുകൊണ്ടിരുന്നത്. അവിടേക്ക് വയർലെസ് മെസ്സേജ് പോയി, ഞങ്ങളെ അരക്കൻ ആർമി വളഞ്ഞിരിക്കുന്നു, SOS അയച്ചു, ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ബംഗ്ലാദേശ് ബോർഡർ ഗാർഡിന് സന്ദേശം പോയി. അവരനങ്ങിയില്ല, അവരൊറ്റ ബോട്ട് പോലും ഇറക്കിയില്ല. കാരണം ബംഗ്ലാദേശി കപ്പലുകളാണ്, ബംഗ്ലാദേശിൻ്റെ കപ്പലുകളാണ്, ബംഗ്ലാദേശി കപ്പലുകളാണ് അവരുടെ രാജ്യത്തേക്ക് അവരാവശ്യപ്പെട്ട പ്രകാരം ചരക്ക് കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇടപെടേണ്ട ബാധ്യത ആർക്കുണ്ട്? ബംഗ്ലാദേശിനുണ്ട്. അതിലൊക്കെ ഉപരി മ്യാൻമർ ആർമി അല്ലല്ലോ, ജുണ്ട ആർമി അല്ല, അവിടുത്തെ വിമതസേനയാണ്. അപ്പോൾ വിമതസേന തങ്ങളുടെ രാജ്യത്തേക്കുള്ള ചരക്കിനെ തടഞ്ഞാൽ ബംഗ്ലാദേശ് സൈന്യം ഇടപെടണ്ടേ? തീർച്ചയായിട്ടും. അവിടെ കോസ്റ്റ് ഗാർഡ് ഉണ്ട്, ബോർഡർ ഗാർഡ് മാത്രമല്ല, അവരുടെ സൈന്യമുണ്ട്, സൈന്യത്തിനും മിലിറ്ററി ബോട്ടുകളൊക്കെ ഉണ്ട്. നാഫ് നദിയുടെ പകുതി ബംഗ്ലാദേശിൻ്റെയും പകുതി മ്യാൻമറിൻ്റെയാണ്. ഒരു നദി ഉണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ബോർഡർ അങ്ങനെയാണ് എഴുതി. അപ്പോൾ അത് 2 കൂട്ടരുടെ മേഖല. എന്തുകൊണ്ട് ബംഗ്ലാദേശി സൈന്യം അനങ്ങിയില്ല? സിമ്പിൾ, അവിടെ പോയി വെള്ളത്തിൽ പോയി വെടികൊണ്ട് ചാവണ്ടാൻ എന്ന് അവർ തീരുമാനിച്ചു. അവർക്ക് അതിനുള്ള ശേഷിയില്ല. അപ്പോൾ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതോടുകൂടി ബംഗ്ലാദേശിലെ കച്ചവടക്കാർ വല്ലാത്ത പ്രതിസന്ധിയിൽ അവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ കപ്പലുകൾ വീണ്ടെടുത്ത് തരണം. ഇന്നിപ്പോൾ ജനുവരി 25 അപ്പോൾ ഒരാഴ്ച 2-3 ആഴ്ചയോളം ഈ കപ്പലുകൾ അരക്കൻ്റെ തുറമുഖത്ത് അവരുകൊണ്ട് കെട്ടി എന്ന് മാത്രമല്ല, ഇതിലൂടെ ഈ കപ്പലുകൾ പിടിച്ചെടുത്തത് മാത്രമല്ല പ്രശ്നം. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിൽ ബംഗ്ലാദേശിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ നേരത്തെ പറഞ്ഞു 271 കിലോമീറ്റർ അതിർത്തി ഇപ്പോൾ അരക്കൻ്റെ നിയന്ത്രണത്തിലാണ്. ബംഗ്ലാദേശിൻ്റെ പട്ടാളത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബംഗ്ലാദേശ് ബോർഡർ അരക്കൻ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാത്ത ആളുകൾക്ക് ഇതാണ് തെളിവ്. എന്തുകൊണ്ട് തങ്ങളുടെ 4 കപ്പലുകളെ അരക്കൻ പിടിച്ചെടുത്തിട്ട് അവർക്ക് മോചിപ്പിക്കാൻ കഴിയില്ല? അതൊന്നാമത്തെ ചോദ്യം. രണ്ടാമത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബംഗ്ലാദേശിലെ കച്ചവട ലോബി വലിയ തോതിൽ ബംഗ്ലാദേശിൽ സർക്കാരിൽ യൂനിസിൽ സമ്മർദ്ദം ചെലുത്തി, ഞങ്ങളുടെ കപ്പലുകൾ വീണ്ടെടുത്ത് തരണം, അതിനകത്ത് ചരക്കുണ്ട്. ഇത് മാത്രമല്ല, 4 കപ്പലുകൾ പോകുന്നത് മാത്രമല്ല, ഇനി ബംഗ്ലാദേശിലേക്ക് എങ്ങനെ സാധനങ്ങൾ എത്തും? മ്യാൻമറിൽ നിന്ന് അല്ലെങ്കിൽ നദീമാർഗ്ഗം കടലിലൂടെ വന്ന് ഈ നദിയിലൂടെ വന്ന് ബംഗ്ലാദേശിലെ തുറമുഖത്തേക്ക് ചരക്കെത്തിക്കാനുള്ള ഏക മാർഗം ഇതാണ്. അത് ഇപ്പോഴും ഈ അരക്കൻ ആർമി എവിടെ നിൽക്കുന്നു, അതുകൊണ്ട് ഇടപെടണം എന്ന് പറഞ്ഞിട്ട് ബംഗ്ലാദേശ് അനങ്ങിയില്ല. അവസാനം ഇതിപ്പോൾ ഈ നാഫ് നദിയിൽ ഏതാണ്ട് നൈക്കോങ് ഏരിയ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഈ അരക്കൻ ആർമി കപ്പലുകൾ വളഞ്ഞത്. ഇതിനു മുമ്പ് അവസാനം കപ്പലുകൾ ഇതിനു മുമ്പ് വന്നത് ഡിസംബർ 3 ഡിസംബർ 3 വന്ന കപ്പലുകൾ പക്ഷേ എന്ത് ചെയ്യുന്നറിയോ,
ബംഗ്ലാദേശിൻ്റെ തുറമുഖത്ത് എടുത്തിട്ട് ആ കപ്പലുകൾ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു പോകണില്ല എന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ യങ്കൂണിലേക്കൊന്നും പോകണില്ല, അവിടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് അവർ കിട്ടിയിട്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോഴാണ് അതിനു മുമ്പ് പോയ കപ്പലുകൾ ചരക്കുമായിട്ട് വന്നത്. അപ്പോൾ നൈക്കോങ് ഏരിയയിൽ വെച്ച് ഇത് പിടിച്ചു എന്നുള്ള എല്ലാവർക്കും അറിയാം. സർക്കാർ ഇടപെടുന്നില്ല. അവസാനം ബംഗ്ലാദേശി കച്ചവടക്കാർ തീരുമാനിച്ചു, അവർ ഈ 4 കപ്പലിൻ്റെ ഉടമസ്ഥരും കൂടെ ചേർന്നിട്ട് ഒരു കൺസോർഷ്യം ഉണ്ടാക്കി. അവർ കൂട്ടിച്ചേർന്നിട്ട് അരക്കനുമായിട്ട് ചർച്ച നടത്തി, ഞങ്ങളുടെ കപ്പലുകൾ വിട്ടുതരുമോ, അതുകൊണ്ട് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ തരാം. അവസാനം റാൻസം, ബന്ദികളെ മോചിപ്പിക്കാൻ കൊടുക്കുന്ന മോചനദ്രവ്യം പോലെ ഈ 4 കപ്പലുകൾക്കുള്ള മോചനദ്രവ്യം തീരുമാനിച്ചു. 2 കപ്പലുകൾക്കുള്ള മോചനദ്രവ്യം കോടിക്കണക്കിന് രൂപയാണ്, എത്രയാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അത് കൊടുത്തു. 2 കപ്പലുകൾ വിട്ടുകൊടുത്തു. ബാക്കി 2 കപ്പലുകൾ വിട്ടുകൊടുത്തിട്ടില്ല. അതിനകത്ത് അവർ പറയുന്നത്, ഇതിനകത്ത് ഞങ്ങൾക്ക് വിശദമായ പരിശോധന ഇനി നടത്താനുണ്ട്, ഇതിനകത്ത് ഉണക്കമീൻ തന്നെയാണോ എന്ന് പരിശോധിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ വിട്ടുകൊടുത്ത 2 കപ്പലുകളെക്കാൾ മുന്തിയ ചരക്കാണ് ഇതിനകത്തുള്ളത്, അതുകൊണ്ട് അത്രയും തുകയൊന്നും പോരാ എന്ന് പറഞ്ഞ് അരക്കൻ ആർമി വിലപേശുകയാണ് എന്നും പറയപ്പെടുന്നു. അതായത് 2 കപ്പലുകൾ വിട്ടുകൊടുത്തു, 2 കപ്പലുകൾ ഇപ്പോൾ അരക്കൻ്റെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം, ബംഗ്ലാദേശ് ഒരു പരമാധികാര രാജ്യമാണല്ലോ. അരക്കൻ ആർമി എന്ന് പറയുന്ന ഒരു പരമാധികാര രാജ്യമല്ല, ഒരു വിമതസേനയാണ്. ഒരു വിമതസേന ഒരു പരമാധികാര രാജ്യത്തെ, ഇന്ത്യയെ പോലും വെല്ലുവിളിക്കാൻ ശേഷിയുള്ള ഉണ്ടെന്ന് പറയുന്ന, പാകിസ്ഥാൻ്റെ സഹായം പോലും തേടുമെന്ന് പറയുന്ന ബംഗ്ലാദേശിന്, യൂനിസിന് എന്തുകൊണ്ട് ഈ പിള്ളേരുടെ സേനയായ അരക്കനോട് മുട്ടാൻ പേടി? അപ്പോൾ അവർ അത്രയും സാധനമേ ഉള്ളൂ ബംഗ്ലാദേശിൻ്റെ ഈ സ്റ്റോക്ക് എന്നല്ലേ അതിനർത്ഥം. അവരുടെ സൈന്യം അത്ര നമ്മൾ മനസ്സിലാക്കണം, അല്ല എന്ത് മനസ്സിലാക്കണേ. പക്ഷേ നമ്മൾ കേൾക്കുന്നത് എന്താണ്, ഇപ്പോൾ പാകിസ്ഥാനായിട്ട് ചേർന്നിട്ട് ഇന്ത്യ ആക്രമിക്കും, ഇന്ത്യയുടെ 3 സംസ്ഥാനങ്ങൾ പിടിക്കും, വിശാല ബംഗ്ലാദേശ് ഉണ്ടാക്കും, സ്വപ്നം കാണാൻ ടാക്സ് കൊടുക്കണ്ടല്ലോ. അപ്പോൾ യൂനിസിന് എന്തും പറയാമായി തോന്നുന്നത്. യൂനിസ് ഒന്നും പറയുന്നത്, യൂനിസിൻ്റെ കൂടെ കുറേ അഡ്വൈസർമാരായിട്ട് ചില ഊളകളെ പിള്ളേരുണ്ടല്ലോ, പിള്ളേരെ പിടിച്ച് വെച്ചിട്ടുണ്ട്. അവന്മാരല്ലേ ഇതൊക്കെ പറയുന്നത്. നേരെ തിരിച്ചു ബംഗ്ലാദേശിൻ്റെ സ്ഥാനത്ത് ഇന്ത്യയാണ്. ഇന്ത്യയിലേക്ക് ചരക്കുമായിട്ട് വരുന്ന കപ്പലുകൾ തൊട്ടപ്പുറത്തെ രാജ്യത്തെ ഒരു വിമത സേന പിടിച്ചുകൊണ്ട് പോയാൽ ഇന്ത്യ എന്തോ ചെയ്യും? സേന ബാക്കി കാണൂല. അതാണ് ബംഗ്ലാദേശ് അതിദയനീയമായി അരക്കൻ്റെ മുന്നിൽ വീണ്ടും പരാജയപ്പെട്ടു. മാത്രമല്ല, ബംഗ്ലാദേശിന് നാഫ് നദിയിൽ ഒരു നിയന്ത്രണവുമില്ല. അതായത് ബംഗ്ലാദേശിൻ്റെ 3 അതിർത്തികൾ ഇന്ത്യയാണ്. 4ാമത്തെ അതിർത്തി മ്യാൻമറാണ്. മ്യാൻമറിൻ്റെ നാഫ് നദിയാണ് പ്രധാനം. നാഫ് നദി ഇപ്പോൾ അരക്കൻ്റെയിലാണ്. അവർക്ക് ബംഗ്ലാദേശിനോട് ശത്രുതയാണ്. ചുറ്റപ്പെട്ടു. ഇനി ബംഗ്ലാദേശിലേക്ക് ഇന്ത്യയിൽ നിന്ന് വല്ലതും പോകുന്നുണ്ടേ പോട്ടെ, പക്ഷേ മ്യാൻമർ നദിയിലൂടെ ബംഗ്ലാദേശിന് ഉണക്കമീൻ പോലും തരത്തില്ല. പട്ടിണിയാണ്. അപ്പോൾ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ബംഗ്ലാദേശിന് ചുറ്റുമുണ്ട്. ഇതിനിടയ്ക്ക് പ്രധാനപ്പെട്ട വേറൊരു സംഭവം ഇപ്പോൾ ഉണ്ടായതായിട്ട് ഈ വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മൗന്തോ എന്ന് പറഞ്ഞൊരു ടൗണുണ്ട്, അത് മ്യാൻമറിലെ ടൗണാണ്. അവിടെയായിരുന്നു ജുണ്ട ആർമിയുടെ, അതായത് സർക്കാർ സൈന്യം, മ്യാൻമറിൻ്റെ ഔദ്യോഗിക സൈന്യമാണ് ജുണ്ട ആർമി. ജുണ്ട ആർമിയുടെ ലാസ്റ്റ് ആർമി ഔട്ട് പോസ്റ്റ് ഉണ്ടായിരുന്നു മൗന്തോയിലായിരുന്നു. ഈ മൗന്തോയുടെ ചിത്രം ഇപ്പോൾ നമുക്ക് മാപ്പിൽ കാണിക്കാം. നമുക്ക് മൗന്തോ കാണാം, ഇപ്പുറത്ത് തെക്നാഫ് കാണാം. തെക്നാഫ് എന്ന് പറയുന്ന പ്രദേശം, അതിൻ്റെ കുറേ ഭാഗം ഓൾറെഡി അരക്കൻ പിടിച്ചു കഴിഞ്ഞു. ബംഗ്ലാദേശിലാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ മ്യാൻമറിൽ നിന്ന് പോകുന്ന റോഹിംഗ്യൻ അഭയാർത്ഥികളായ 5 ലക്ഷത്തോളം ആളുകളെ താമസിച്ചിരിക്കുന്ന ഒരു ക്യാമ്പ് ഈ തെക്നാഫിനടുത്താണ്. ഈ തെക്നാഫിൻ്റെ കുറേ ഭാഗം ഇപ്പം അരക്കൻ്റെ കയ്യിലാണ്. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് മൗന്തോ എന്ന് പറയുന്ന ഈ ഒരു ടൗണും കൂടെ പിടിച്ചു. മ്യാൻമർ ആർമിയുടെ അവസാനത്തെ ഔട്ട് പോസ്റ്റായിരുന്നു. അതുമാത്രമല്ല, അരക്കൻ ആർമിയുടെ വക്താവ് കായിങ് തുക്ക പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ മൗന്തോയിൽ പോയിട്ട് ലാസ്റ്റ് ആർമി പോസ്റ്റ് ഞങ്ങൾ ആക്രമിച്ചപ്പോൾ ആദ്യം അവിടെ നിന്ന് ഓടിയ ആരാണെന്നറിയോ? അവിടുത്തെ കമാൻഡിങ് ഓഫീസർ ബ്രിഗേഡിയർ ജനറൽ തുഹ്റിൻ ടൂൺ ഓടിപ്പോയി. അയാളെ ഓടിച്ചിട്ട് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, മ്യാൻമർ ആർമിയുടെ. അപ്പോൾ നോക്കൂ, മ്യാൻമർ ആർമിയുടെ സ്ഥിതി എന്താ? ജുണ്ട സേന ഓൾറെഡി അരക്കനെ കാണുമ്പോൾ ഓടുകയാണ്. പേടിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു രാജ്യത്ത് വിമാനമുള്ള, പറ്റൻ ടാങ്കുള്ള, കവചിത വാഹനങ്ങളുള്ള, മിസൈലുകളുള്ള ഒരു സൈന്യം അരക്കൻ വരുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഓടുക? അപ്പോൾ അരക്കൻ ആർമിയുടെ പിന്നിൽ ഒരു ബാക്കിൽ ഒരു വലിയ സപ്പോർട്ടുണ്ടെന്ന് ആരൊക്കെയോ പേടിക്കുന്നു. അത് മാത്രമല്ല, ബാക്കിലെ സപ്പോർട്ട് ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരാൾ സിനുവിനോട് ഞാൻ പറയാം, നിങ്ങൾ പോയി അടിച്ചോ, ഞാൻ പുറകിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി അടിക്കും, നിങ്ങൾ അടിയും മേടിക്കും. പക്ഷേ നിങ്ങൾ അടിച്ചാൽ അടിയായിരിക്കും എന്ന് തോന്നണമെങ്കിൽ അതിനുള്ള കരുത്ത് നിങ്ങളുടെ ഉണ്ടാവണം. അപ്പോൾ അരക്കൻ ആർമി വരുന്നതെന്നറിയുമ്പോൾ അവിടുത്തെ ബ്രിഗേഡിയർ ജനറൽ തുഹ്റിൻ ടൂൺ
കമാൻഡ് പോസ്റ്റ് ഉപേക്ഷിച്ച് ഓടണം എന്നുണ്ടെങ്കിൽ അയാളെ ഓടിച്ചിട്ട് അരക്കൻ പിടിക്കണമെന്നുണ്ടെങ്കിൽ അരക്കനോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് ജുണ്ട ആർമിക്ക് മനസ്സിലായിരിക്കുന്നു. അതായത് അരക്കൻ്റെ കയ്യിൽ ഏറ്റവും ആധുനികമായ പട്ടാളത്തിൻ്റെ കയ്യിലുള്ളതിനേക്കാൾ, അതായത് ചൈനീസ് പിന്തുണയുള്ള ജുണ്ട ആർമിയേക്കാളും ശേഷിയുള്ള, പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ആരുടെ കയ്യിലുണ്ട്? അരക്കൻ്റെ കയ്യിലുണ്ട് അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഓടില്ലല്ലോ. ബ്രിഗേഡിയർ ജനറൽ വെറുതെ ആളൊന്നുമില്ല, ബ്രിഗേഡിയർ ജനറലാണ് ഓടിയിരിക്കുന്നത്. അത് അവർ സ്റ്റേറ്റ് പത്രക്കുറിപ്പ് ഇറക്കിയ അവർ പറഞ്ഞു, ഒഫീഷ്യൽ റിലീസാണ് അരക്കൻ ആർമിയുടെ വക്താവ് കൈങ് തോ തുക്ക പറഞ്ഞിരിക്കുന്നത്. അയാളെ ഓടിച്ചിട്ട് ഞങ്ങൾ പിടിച്ചിട്ടുണ്ടെന്ന്. ഒന്ന് ആലോചിക്കുക. അപ്പം ബ്രിഗേഡിയർ ജനറൽ ഓടുമ്പോൾ പട്ടാളക്കാർ എന്തൊരു ഓട്ടമായിരിക്കും? ഒളിമ്പിക്സിനെ വെല്ലുന്ന ഓട്ടം, പി ടി ഉഷയെ വെല്ലുന്ന ഓട്ടമായിരിക്കും. അപ്പോൾ ഏതായാലും ഞാൻ പറയുന്നത്, അപ്പോൾ അരക്കൻ ആർമിയെ അങ്ങനെ ഔദ്യോഗിക സർക്കാർ സേനയ്ക്ക് നേരിടാൻ പറ്റാതെ സർക്കാർ സേന ഓടുന്നു. അപ്പം ഒരു ബംഗ്ലാദേശിനുള്ളതുപോലെയുള്ള ആയുധങ്ങളൊക്കെ ആർക്കുണ്ട്? മ്യാൻമർ ആർമിക്കും ഉണ്ട്. അപ്പോൾ അരക്കനോട് പോയി മുട്ടണ്ട എന്ന് ബംഗ്ലാദേശ് തീരുമാനിക്കുന്നതിൻ്റെ കാരണം പണ്ടത്തെ അരക്കനല്ല, ഇപ്പോഴത്തെ അരക്കൻ. അപ്പോൾ ഏതായാലും ബംഗ്ലാദേശിലെ കച്ചവടക്കാർ സ്വമേധയാ അവരുടെ രാജ്യം അവരെ സഹായിക്കാത്തതുകൊണ്ട് സ്വന്തം നിലയ്ക്ക് മോചനദ്രവ്യം കൊടുത്ത് 2 കപ്പലുകൾ വീണ്ടെടുത്തു. അടുത്ത 2 വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് ദയനീയമായി അരക്കന് മുന്നിൽ പരാജയപ്പെട്ടു. മുട്ടുകുത്തി നിന്ന് ബംഗ്ലാദേശ് യാചിക്കുകയാണ്, ഞങ്ങളുടെ കപ്പലുകൾ തരൂ, ഞങ്ങളെ ഉപദ്രവിക്കരുത്. വല്ലാത്തൊരു ദയനീയ ചിത്രമാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചുണ്ടാകുന്നത്. അവിടെ ആർക്കും രക്ഷയില്ല. കച്ചവടക്കാരൻ ഇനി കപ്പലും ബോട്ടും ഒന്നും ഇറക്കാൻ പോകുന്നില്ല. ബംഗ്ലാദേശിന് ഇനി പട്ടിണിയുടെ നാളുകൾ വരാൻ പോവാണ്. അരക്കൻ ഇങ്ങോട്ട് കയറി വന്നാൽ ബംഗ്ലാദേശ് ആർമിയും ഈ പറഞ്ഞ പോലെ ജുണ്ട ആർമിയെ പോലെ ഓടിയാൽ അത്ഭുതമൊന്നുമില്ല. ഓടിച്ചിട്ട് അവർ യൂനുസിനെ പിടിക്കുന്ന ഒരു ദിവസം അധികം ദൂരത്തല്ല എന്ന് നമുക്ക് കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.